ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണ്, ഒരു പുതിയ ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ടൈപ്സിനെ പറ്റിയാണ് കേൾക്കാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇത് മാഗ്നറ്റ് ആണ്. നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഇതിനടുത്തേക്ക് ഞാനൊരു സോഫ്റ്റ് അയൺ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ഇത് സോഫ്റ്റ് അയൺ ആണ്. സോഫ്റ്റ് അയൺ കൊണ്ടുവച്ചു. ഉറപ്പായി എന്ത് ചെയ്യും? ഇത് അട്രാക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക് ഇത് അട്രാക്ട് ചെയ്യും. ശരിയാണോ? അതായത് ഇവിടെയും ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടായി. അതായത് നോർത്തും സൗത്തും ഇവിടെയും ക്രിയേറ്റ് ആയതിന്റെ ഫലമായിട്ട് ഉറപ്പായി എന്ത് ചെയ്യും? ഈ മെറ്റീരിയൽ ഇവിടെ അട്രാക്ട് ചെയ്യും. നമുക്കറിയാം കാര്യം. ഇപ്പോൾ സോഫ്റ്റ് അയൺ ആയതുകൊണ്ടാണ് അട്രാക്ട് ചെയ്തത്. സോ ഇതൊരു മാഗ്നറ്റ് ആണ്, ഇത് സോഫ്റ്റ് അയൺ ആണ്. ഞാൻ കൊണ്ടുവെക്കുമ്പോൾ എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. ശരിയാണോ? സോ സോഫ്റ്റ് അയൺ ആയതുകൊണ്ടാണ് ഇതെന്ത് ചെയ്തത്? അട്രാക്ട് ചെയ്തത്. സോഫ്റ്റ് അയണിന് പകരം നമുക്ക് മറ്റു ചില മെറ്റീരിയൽസിനെ കൊണ്ടുവച്ചാൽ ഒരുപക്ഷെ അത് റിപ്പൽ ചെയ്ത് പോകുമായിരിക്കും, ഒരുപക്ഷെ ഒന്നും സംഭവിക്കത്തില്ലായിരിക്കും, ഒരുപക്ഷെ ശക്തമായിട്ട് അട്രാക്ട് ചെയ്യുമായിരിക്കും, ഒരുപക്ഷെ ശക്തി കുറഞ്ഞ് അട്രാക്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ നമുക്ക് പല മെറ്റീരിയലിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും ഈ മെറ്റീരിയൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിന് അടുത്തേക്ക് ഒരു മെറ്റീരിയൽ കൊണ്ടുവച്ചാൽ ചിലപ്പം ചെറുതായിട്ട് അട്രാക്ട് ചെയ്യും, ചിലപ്പോൾ വലുതായിട്ട് വലിയ സ്പീഡിൽ അട്രാക്ട് ചെയ്യും, കേട്ടോ, ചാടി പിടിക്കും പെട്ടെന്ന്. ചിലപ്പോഴാണ് എന്ത് ചെയ്യും? റിപ്പിൾ ചെയ്തും പോകാം. അപ്പം 3 രീതി സംഭവിക്കാം. ഇതൊക്കെയാണ്. ഒന്ന് ചെറുതായിട്ട് അട്രാക്ട് ചെയ്യും, മറ്റൊന്ന് വലുതായിട്ട് അട്രാക്ട് ചെയ്യും, മറ്റൊന്ന് റിപ്പിൾ ചെയ്ത് പോകാം. മനസ്സിലായോ? അപ്പോൾ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന് ചെറുതായിട്ട് അട്രാക്ട് ചെയ്യാം, 2 പെട്ടെന്ന് അട്രാക്ട് ചെയ്യാം, മറ്റൊന്ന് റിപ്പൽ ചെയ്ത് പോകാം. മക്കളെ, അങ്ങനെ റിപ്പൽ ചെയ്ത് പോകുന്നെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ റിപ്പൽ ചെയ്തങ്ങ് പോവുകയാണ്. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പൽ ചെയ്തങ്ങ് പോവുകയാണ്. സോ എന്താണത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എന്ത് ചെയ്യും? വീക്ക്ലി റിപ്പൽ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. കേട്ടോ, റിപ്പൽ ചെയ്തത് പോകത്തേ ഉള്ളൂ. സോ അത്തരം മെറ്റീരിയലാണ് ബിസ്മിത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, നൈട്രജൻ, വാട്ടർ, സോഡിയം ക്ലോറൈഡ്. സോ ഇതൊക്കെ എന്താണ്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ റിപ്പൽ ചെയ്തങ്ങ് പോകും. അട്രാക്ട് ചെയ്യുമോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്തങ്ങ് പോകും. നമ്മൾ ഒരു പക്ഷേ ചെറിയ ക്ലാസ്സിലൊക്കെ പുരാണങ്ങളിലൊക്കെ ആണെങ്കിലും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ചില ദൈവങ്ങളൊക്കെ വരുന്നതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ കടൽ വഴിമാറിപ്പോയെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് കോറിലേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെയാണെങ്കിൽ ഡയാമാഗ്നറ്റ് ആണ് ആക്ച്വലി എന്താണ്? വാട്ടർ എന്ന് പറയുന്നത്. ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ റിപ്പൽ ചെയ്യും. ശരിയാണോ? അവിടെയാണെങ്കിൽ അതാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ വാട്ടർ റിപ്പൽ ചെയ്തങ്ങ് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്തങ്ങ് പോകും. ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് വെള്ളം പോലും റിപ്പൽ ചെയ്യും. ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഉയർന്ന ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡ്. 10-20 ടെസ്ല ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ കഴിയുന്ന ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായി എന്ത് ചെയ്യും? വെള്ളം വരെ റിപ്പൽ ചെയ്യും. ഓക്കെ ആണോ? സോ വെള്ളം എന്താണ്? അപ്പോൾ ഓർത്ത് തന്നെ, എനിക്ക് അതിൻ്റെ ആവശ്യമാണ്. വെള്ളം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയാമാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അത് റിപ്പൽ ചെയ്യും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് റിപ്പൽ ചെയ്യുന്ന ആൾക്കാരാണ് സോഡിയം ക്ലോറൈഡ്, വാട്ടർ, അതായത് സോൾട്ട് വാട്ടർ. ശരിയാണോ? സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അതുപോലെ വാട്ടർ ഉണ്ട്. ഇപ്പോൾ സോൾട്ട് വാട്ടർ റിപ്പൽ ചെയ്യും. ഇപ്പം ഇത്രയും കാര്യം മനസ്സിലായി. പിന്നെ നൈട്രജൻ റിപ്പൽ ചെയ്യുന്നുണ്ട്. സിലിക്കൺ, മണല്, അത് റിപ്പൽ ചെയ്യുന്നുണ്ട്. കടലുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇതെല്ലാം, അല്ലേ? ലെഡ്, കോപ്പർ, ബിസ്മിത്ത്. കോപ്പർ, ലെഡ്, ബിസ്മിത്ത്. ഇപ്പൊ കോപ്പർ, ലെഡ്, ബിസ്മിത്ത്, സിലിക്കോൺ, നൈട്രജൻ, അതുപോലെ സോൾട്ട് വാട്ടർ. സോൾട്ട് എന്താണ്? സോഡിയം ക്ലോറൈഡ്, ആ സോൾട്ടാണ്. അതുപോലെ വാട്ടർ. ഇതൊക്കെ എന്താണ്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതായത് ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്ത് പോവുകയുള്ളൂ. ഓക്കെ ആണോ? എനിക്ക് തോന്നുന്നു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കോപ്പർ, ബിസ്മിത്ത്, ലെഡ്, അതുപോലെ ആണെങ്കിൽ നൈട്രജൻ, സിലിക്കൺ, പിന്നെ ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, വാട്ടർ. ഇതാണ് എന്ന് പറയുന്നത് നമ്മളുടെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇനി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ആ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പാരാ എന്ന് പറഞ്ഞാൽ പാരയല്ല. എന്താണ്? അവനാണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നവനാണ്, സപ്പോർട്ട് ചെയ്യുന്നവനാണ്. ഉണ്ടോ? പാരാമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരയല്ല, നമുക്ക് പാരയല്ല അവൻ. എന്താണ്? സപ്പോർട്ട് ചെയ്യുന്നവനാണ്.
ഇപ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി സപ്പോർട്ടഡ് മാഗ്നറ്റിക് ഫീൽഡ്, വീക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരാണ്, കുഞ്ഞിക്കാന്തങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കാന്തത്തിന് അടുത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ചെറുതായിട്ട് അട്രാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞ 3 രീതിയിൽ അട്രാക്ട് ചെയ്യാം. ഒന്ന് റിപ്പൽ ചെയ്തു പോകും, അത് പഠിച്ചു കഴിഞ്ഞു. പിന്നൊന്ന് ചെറുതായിട്ട് അട്രാക്ട് ചെയ്യും, വലുതായിട്ട് അട്രാക്ട് ചെയ്യും. സോ ചെറുതായിട്ട് അട്രാക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സോ വീക്ക്ലി സപ്പോർട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾ നോക്ക്. ഒന്ന് അലൂമിനിയം മെറ്റലാണ്, സോഡിയം മെറ്റലാണ്, കാൽസ്യം മെറ്റലാണ്, ഓക്സിജൻ കോപ്പർ ക്ലോറൈഡ്, ഓക്സിജനും കോപ്പർ ക്ലോറൈഡ്. സോ ഇതൊക്കെ എന്താണ്, നമ്മളുടെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ളവയാണ്. മെസ്ലി മെറ്റൽസ് ആണ് അല്ലേ, ഇതിനകത്തുള്ള നമ്മുടെ സാധാരണ കുറച്ച് മെറ്റൽസ് ആണ് അലൂമിനിയം, സോഡിയം, കാൽസ്യം, ഓക്സിജൻ, കോപ്പർ ക്ലോറൈഡ്. അടുത്തത് അതെന്താണ്, വീക്ക്ലി മാഗ്നറ്റിക് ഫീൽഡ് അട്രാക്ട് ചെയ്യുന്നതാണ്, ചെറുതായിട്ട് നീ ഒട്ടിപ്പിടിക്കുന്നവന്മാരാണ്. അടുത്ത ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത് എന്താണ്, കാന്തം കൊണ്ടുവച്ച് ചാടി പിടിക്കും. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്നവ, കാന്തം കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും, ചാടി പിടിക്കുന്നവയാണ്, പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നവയാണ്. ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് പോലും അട്രാക്ട് ചെയ്യും. ഇത് അട്രാക്ട് ചെയ്യണം വലിയ മാഗ്നറ്റിക് ഫീൽഡ് വേണം. സാധാരണ നമുക്ക് അലൂമിനിയത്തിനകത്ത് അട്രാക്ഷൻ ഉണ്ടാകുമോ, നമുക്ക് കാണാൻ കഴിയത്തില്ല, വളരെ ചെറിയ അട്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫീൽ പോലും ചെയ്യത്തില്ല. ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇത് അട്രാക്ട് ചെയ്യും. വളരെ ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഇത് അട്രാക്ട് ചെയ്യുകയുള്ളൂ. ഓക്സിജൻ ഒക്കെ ആണെങ്കിൽ ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഓക്സിജൻ അട്രാക്ട് ചെയ്യും. പക്ഷേ ശക്തി കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് പോലും അട്രാക്ട് ചെയ്യുന്നവനാണ് ആരൊക്കെയാണ്, ആ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ശക്തി കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് പോലും അട്രാക്ട് ചെയ്യും. നല്ല കാന്തമായിട്ട് മാറും, ഇത് കുഞ്ഞിക്കാന്തമായിട്ട് മാറും, ഇത് എതിർകാന്തമായിട്ട് മാറും. എന്താ പറഞ്ഞേ, ഇത് എതിർകാന്തം, ഇത് കുഞ്ഞിക്കാന്തം, ഇത് വലിയ കാന്തം. അങ്ങനെ 3 തരം കാന്തങ്ങളുണ്ട്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോൾ സബ്സ്റ്റൻസ് 3 രീതിയിൽ മാഗ്നറ്റൈസ് ആവും. എതിർകാന്തം നമ്മൾ എങ്ങനെയാണോ കാന്തമാക്കാൻ നോക്കിയത് അതിനെതിരെ കാന്തമായിട്ട് മാറും, റിപ്പൽ ചെയ്തു പോകും. ഇത് ചെറിയ രീതിയിൽ കാന്തമായിട്ട് മാറും, ഇത് വലിയ രീതിയിൽ കാന്തമായിട്ട് മാറും. ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും മക്കളെ, അട്രാക്ട് ചെയ്യും. ഓക്കെ ആണോ? സോ എക്സാമ്പിൾ എന്തൊക്കെയാണ്, അയൺ, നമുക്ക് ഓൾറെഡി അയൺ അറിയാം, നിക്കൽ, കൊബാൾട്ട്, അതുപോലെ സ്റ്റീൽ, വേറെയാണ് അൽനിക്കോ, അതൊരു ലോഹസങ്കരമാണ് അൽനിക്കോ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ആർക്ക് എക്സാമ്പിൾ ആണെന്ന് പറയണം, നമ്മുടെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് 3 തരത്തിലുണ്ടെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ്, ഡയാമാഗ്നറ്റ് എതിർകാന്തം, അതുപോലെ പാരാമാഗ്നറ്റ് ചിഹ്നകാന്തം, പെരിയ കാന്തമാണ് എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, അത് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്കാണെങ്കിൽ എക്സാമ്പിൾസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. നമുക്കിനി ഓരോ ആൾക്കാർക്കും എങ്ങനെയാണ് മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടിയതാണ് പഠിക്കുന്നത്. നമ്മൾ ഇനി അടുത്ത ഓരോ ചിന്ന വീഡിയോ ആയിട്ട് നമ്മൾ പറയും ഈ ഡയാമാഗ്നറ്റ്സിന് എങ്ങനെയാണ് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കിട്ടിയത്, പാരാമാഗ്നറ്റ്സിന് എങ്ങനെയാണ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കിട്ടിയത്, ഫെറോ മാഗ്നറ്റ്സിന് എങ്ങനെയാണ് ഫെറോ മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടിയത്. പിന്നെ അതിൻ്റെ കമ്പാരിസൺ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആവും. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.